നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂമാറ്റിക് ട്രെയിനിങ് കിറ്റ് ആണ്. ആദ്യം പഠിക്കാൻ പോകുന്നത് ഓരോ കമ്പോണന്റ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ഇത് FRL യൂണിറ്റ് ആണ്. നമുക്കറിയാം, നമുക്ക് കട്ട് സെഷനിൽ കണ്ടതുപോലെ തന്നെ ഇതാണ് ഫിൽട്ടർ, ദിസ് ഇസ് ആൻ റെഗുലേറ്റർ, ദിസ് ആൻ ലൂബ്രിക്കേറ്റർ. അതിനകത്ത് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കിടങ്ങ് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രഷർ ഗേജ് കാണാൻ കഴിയും. എപ്പോഴും നമ്മൾ ട്രെയിനിങ് കിറ്റിലേക്ക് ഇല്ലറ്റ് വരുന്നത് ഈ FRL യൂണിറ്റിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇല്ലറ്റ് പ്രഷർ നമുക്ക് ഈ പ്രഷർ ഗേജിൽ കാണാൻ കഴിയുന്നതാണ്. അടുത്ത പ്രഷർ ഗേജ് ആണ്. നമുക്ക് സെപ്പറേറ്റ് ഓരോരോ കമ്പോണന്റ് വെച്ചിട്ട് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റുകളുണ്ട് ന്യൂമാറ്റിക്സിൽ. ആ ന്യൂമാറ്റിക്സിൽ പ്രഷർ ഗേജിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ പ്രഷർ അറിയുന്ന എക്സ്പെരിമെന്റ് ഉണ്ട്. അടുത്തതാണ് ഫ്ലോ കൺട്രോൾ വാൾവ്. ഇവിടെ നമ്മൾ മാനുവലി പ്രസ് ചെയ്യുന്ന പുഷ് ബട്ടൺ ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഫ്ലോ കൺട്രോൾ വാൾവിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്. ഇത് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ. ഓക്കെ, 2 കണക്ഷൻ ഉണ്ട്. നമുക്ക് കട്ട് സെഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇത് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ എഴുതിയിരിക്കുന്നുണ്ടെങ്കിലും ഇതും ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ആണ്. ഓക്കെ, ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ആണ്. ഇത് 5/2 പൈലറ്റ് വാൾവ് ആണ്. ഓക്കെ, 5/2 വാൾവ്. ഇത് 5/2 വേ പുഷ് പുൾ വാൾവ്. ഇത് 3/2 വേ റോളർ ലിവർ വാൾവ് ആണ്. ഇതാണ് ഇലക്ട്രിക്കൽ ലിമിറ്റ് സ്വിച്ച്. ഇത് 3/2 പുഷ് പുൾ വാൾവ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാനിഫോൾഡ് വരിക. ഇവിടുന്നാണ് നമുക്ക് ഒരേ ഒരു സമയത്ത് തന്നെ പല കമ്പോണന്റിലേക്ക് നമുക്ക് ഇതിനകത്ത് കണക്ഷൻ എടുക്കാൻ കഴിയും. ഈ കണക്ടർ ഇതിനകത്ത് കുത്തിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് എയർ പുറത്തേക്ക് വരത്തുള്ളൂ. ഓക്കെ, ഈ കണക്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓസിനെ കണക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരേ ടൈമിൽ 6 കണക്ഷൻ നമുക്ക് 6 വേ മാനിഫോൾഡിൽ നിന്ന് എടുക്കാൻ കഴിയും. 3/2 വേ സിംഗിൾ സോളിനോഡൽ വാൾവ് ആണ്. ഇത് 5/2 വേ ഡബിൾ സോളിനോഡൽ വാൾവ്. ഓക്കെ, ഈ സോളിനോഡൽ വാൾവിന്റെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ DC സപ്ലൈ പാനലിൽ നിന്നാണ്. നമ്മൾ AC കൊടുത്ത് ഇവിടുന്ന് DC ആണ് ഔട്ട് കിട്ടുക. ഇതാണ് നമ്മുടെ സപ്ലൈ പാനൽ. ഇതിനകത്ത് പുഷ് ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ഇതിവിടുന്ന് ഈ ബസ് ബാറിൽ നിന്നാണ് നമ്മൾ ഓരോ കണക്ഷൻസ് എടുക്കുക. സ്വിച്ചിൽ നിന്നും ഇവിടുന്ന് കണക്ഷൻ എടുക്കും. നമ്മൾ അതിന്റെ ഇൻഡിക്കേഷൻ ഔട്ട് കിട്ടുന്നത് നമുക്ക് ഇവിടുത്തെ ലാമ്പിലായിരിക്കും. നമ്മളത് ഈ 5/2 വാൾവ് അല്ലെങ്കിൽ ഈ സോളിനോഡൽ വാൾവിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ചെയ്യാനുള്ള 2 എക്സ്പെരിമെന്റുകൾ, അതിൽ ഒന്നിൽ ഓർ വാൾവും ഉണ്ട്, ആൻഡ് വാൾവും ഉണ്ട്. നമ്മൾ ഇതിന്റെയും സെപ്പറേറ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് ആക്ച്വേറ്ററിലേക്ക് കൊടുത്തിട്ട് ഔട്ട് എടുക്കുന്ന എക്സ്പെരിമെന്റുകളുണ്ട്. കമ്പോണന്റുകൾ തന്നെയാണ്, എക്സ്ട്രാ നമുക്ക് ട്രെയിനിങ് കിറ്റിൽ തന്നിരിക്കുന്നതാണ്. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ കംപ്രസറാണ്. കംപ്രസറിന്റെ പാർട്സുകൾ നമ്മൾ ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് എയർ കംപ്രസർ. എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയാം. ഡയഗ്രം നമ്മൾ കണ്ടു. എയർ കംപ്രസറിനകത്ത് ഒരു ടാങ്ക് ഉണ്ട്. ടാങ്കിന്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ട്രെയിൻ കാണാം. എയറിനകത്തുള്ള കണ്ടൻസേറ്റ് ആവുന്ന വാട്ടർ അതിന്റെ അടിയിലേക്ക് വരും. അത് നമുക്ക് ഇവിടെ ഡ്രെയിൻ ചെയ്ത് കളയാൻ കഴിയും. ആണ് നമ്മുടെ ഇല്ലറ്റ്. കംപ്രസറിലേക്ക് വരുന്ന ഇല്ലറ്റ് എയറിനെ ഫിൽട്ടർ ചെയ്ത് ഇതിലെ വഴി എടുക്കുന്നു. നമ്മുടെ ഈ മോട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് അതിന്റെ കംപ്രഷൻ നടക്കുക. കംപ്രഷൻ നടന്നിട്ട് ഈ ഔട്ട് നമ്മുടെ ടാങ്കിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്വിച്ച്. കണ്ടാൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. കംപ്രസർ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമ്മൾ ഈ സ്വിച്ചാണ് ഉപയോഗിക്കുക. ഇതാണ് പ്രഷർ ഗേജ്. നമുക്ക് ഈ ടാങ്കിനകത്ത് എത്രമാത്രം പ്രഷർ ഉണ്ട് എന്ന് നമുക്ക് ഈ ഗേജ് നോക്കിയാൽ അറിയാൻ കഴിയും. കംപ്രസറിൻ്റെ ഔട്ട് എടുക്കുന്നത് നമ്മളിവിടെ ഈ ബട്ടൺ പുഷ് ചെയ്തിട്ട് നമ്മുടെ ട്യൂബ് കണക്ട് ചെയ്യുന്നു. കംപ്രസറിൻ്റെ ഔട്ട് നമ്മൾ നേരെ FRL യൂണിറ്റിലേക്കാണ് കൊടുക്കുക. നമ്മുടെ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് FRL യൂണിറ്റിന്റെ വർക്കിംഗ് ആണ്. FRL യൂണിറ്റിലേക്ക് വരുന്ന ഇന്നാണിത്. നമുക്ക് ഇവിടെ റെഗുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പ്രഷർ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര പ്രഷർ വേണോ അത്രയും പ്രഷർ ഇതിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു പിന്ന് പോലെ കാണാം. നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രഷറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റിലീസ് ചെയ്ത് കളയാൻ കഴിയും. ഇതിനകത്താണ് ഫിൽട്ടർ ഇരിക്കുന്നത്. ഫിൽട്ടർ വഴി എയർ ഫിൽട്ടർ ചെയ്ത് നേരെ ലൂബ്രിക്കേറ്ററിലേക്ക് വരും. ലൂബ്രിക്കേറ്ററിലുള്ള ഈ ഓയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓയിലിനെ എങ്ങോട്ട് അബ്സോർവ് ചെയ്തിട്ട് എയറിന്റെ കൂടെ തന്നെ ഓയിലും ഉണ്ടാവും. ആ ഓയിലാണ് നമ്മൾ അടുത്ത കമ്പോണന്റിലേക്ക് വരിക.